ലിഗമെന്റ് സർജറി ചെയ്തിരിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്ട്രെയിൻ ഉണ്ടാകുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് റീഹാബ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള എക്സസൈസ് അല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, തെറ്റായ രീതിയിലാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ ഓവർ സ്ട്രെയിൻ വരും. ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക നേരം നിന്ന് കഴിഞ്ഞാലോ നടന്നു കഴിഞ്ഞാലോ ഓവർ സ്ട്രെയിൻ വരും. ഇത് മസിൽസ് ഇമ്പ്രൂവ് ആകുന്നിടം വരെ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. മസിൽസ് പ്രോപ്പറായിട്ട് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഓവർ സ്ട്രെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ക്വാഡ്രിസെപ്സ് മസിൽസിലേക്ക് കൊടുക്കുന്ന ഓവർ പ്രഷറാണ്. ഇത് സിറ്റിംഗ് പോസ്ചറിൻ്റെ ചേഞ്ചസ് കാരണവും ക്രോസ് ഓവർ ലെഗ് സിറ്റിംഗ് കാരണവും ഒക്കെ സംഭവിക്കാം. ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിലും ഓവർ സ്ട്രെയിൻ വരാം. ഇനി ഇതൊന്നും കൂടാതെ ഡ്രൈവ് ചെയ്യുന്ന പൊസിഷൻസും അതുപോലെ തന്നെ ഡീപ്പ് സ്ക്വാറ്റിംഗ് പൊസിഷൻസും അഡ്വാൻസ്ഡ് നീ റേഞ്ച് ഓഫ് മോഷൻ മുട്ട് മുഴുവനായിട്ട് മടങ്ങി ഇരുന്നിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് സമയത്തല്ല നിങ്ങൾ നേരത്തെയാണ് ചെയ്യുന്നതെങ്കിലും ഇവിടെ ഓവർ സ്ട്രെയിൻ വരാം. ഇങ്ങനെ ഓവർ സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ മുട്ടിലൊരു ടൈറ്റ്നസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ മിക്ക ആളുകൾക്കും ഇത് ഒരു പിടുത്തമായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവർ സ്ട്രെയിൻ വരുന്ന എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കിയാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടതും അഞ്ചാമത്തെ റീസണുമാണ് സ്റ്റാൻഡിങ്. സ്ഥിരമായിട്ട് ഒരു സൈഡിൽ ലെഗിലേക്ക്, പ്രത്യേകിച്ച് സർജറി കഴിഞ്ഞ ലെഗിലേക്കാണ് നിങ്ങൾ വെയിറ്റ് കൊടുത്ത് നിൽക്കുന്നതെങ്കിൽ അവിടെ ഓവർ സ്ട്രെയിൻ വരാം. പ്രത്യേകിച്ച് ഹൈപ്പർ എക്സ്റ്റൻഷൻ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ, ലെഗിൽ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ ഓവർ സ്ട്രെയിൻ വരാം. ഇനി ഇത് ഒഴിവാക്കാനായിട്ട് ഓപ്പോസിറ്റ് ലെഗിലേക്ക് നിങ്ങൾ കൂടുതൽ സ്ട്രെയിൻ കൊടുത്ത് നിന്നാലോ അവിടെ ഓപ്പോസിറ്റ് ലെഗ് പെയിനും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈക്വലായിട്ട് വെയിറ്റ് കൊടുത്ത് നിൽക്കാനായിട്ട് പഠിക്കണം. കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡിങ് പൊസിഷൻ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് ഈ ഓവർ സ്ട്രെയിനിങ്ങിനെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് ഷിഫ്റ്റിംഗ് മെക്കാനിസം പഠിക്കണം. ഇതെല്ലാം നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോളിൽ ഉൾപ്പെടുത്തിയ ഒരു റീഹാബ് തന്നെ ഫോളോ ചെയ്യുക. അങ്ങനെ ഒരു റീഹാബ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു റീഹാബ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് തരാം. അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും.